നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കേസ് ലിറ്ററലി ലോകത്തെ നടുക്കിയ ഒരു കേസാണ്. വെറും 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ 120 പേരോളം ചേർന്ന് ഗ്യാങ് റേപ്പ് ചെയ്യുകയാണ്. പല സമയത്തായിട്ട് ഏകദേശം അത്രയും ആളുകളാണ് ആ ഒരു കുട്ടിയോട് ഇത്തരത്തിൽ പെരുമാറിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഗ്യാങ് ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ വലിയ ക്രിമിനൽസ് ആയിരിക്കണം, ഗുണ്ടകളായിരിക്കണം, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ആദ്യത്തിൽ ചിന്തിക്കുക. എന്നാൽ ഈ ഒരു കേസിൻ്റെ ഏറ്റവും വലിയ ഒരു ക്രൂരത അവിടെയാണ് തുടങ്ങുന്നത്. അതായത് ഇത്തരത്തിലുള്ള കൃത്യങ്ങളൊക്കെ ചെയ്തത് ഇത്തരത്തിലുള്ള ഗ്യാങ്സ്റ്റേഴ്സോ വലിയ വലിയ ആളുകളോ ഒന്നും തന്നെയല്ല, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റിസിൻ ദിസ് സൈഡ്. ഈ ഒരു കഥ നടക്കുന്നത് സൗത്ത് കൊറിയയിലാണ്. അവിടെയാണ് ആ ഒരു പെൺകുട്ടി ജനിച്ചത്. ഈ കുട്ടിയുടെ അച്ഛൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ആള് നല്ല കുടിയനായിരുന്നു, അതുപോലെ തന്നെ വളരെ അബ്യൂസീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അതായത് വൈകുന്നേരം വീട്ടിലോട്ട് വന്നിട്ട് അമ്മയെ എടുത്തിട്ട് അടിക്കൽ ആളുടെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു. അപ്പോൾ ഈ കുട്ടിയും ഈ കുട്ടിയുടെ അനിയത്തിയും കൂടെ കട്ടിലിൻ്റെ അടിയിലൊക്കെ പോയി ഒളിച്ചിരിക്കലായിരുന്നു ആ ഒരു സമയത്ത് പതിവ്. അതായത് അമ്മയെ തല്ലിക്കഴിഞ്ഞാൽ ഇനി അച്ഛൻ വന്ന് ഞങ്ങളെയും തല്ലുമോ എന്നുള്ളൊരു ഭയത്തിൽ ആ രണ്ട് കുട്ടികളും അങ്ങനെയായിരുന്നു അവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. കാലക്രമേണ അച്ഛൻ്റെ ഉപദ്രവം കൂടി വരികയല്ലാതെ കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഇത് താങ്ങാനാകാതെ ഈ കുട്ടികളുടെ അമ്മ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുകയാണ്. അവർക്ക് ഡിവോഴ്സ് ലഭിക്കുകയും ചെയ്തു. ഇവിടെ നിന്നാണ് ക്രൂരതകളുടെ ആ ഒരു തുടക്കം തുടങ്ങുന്നതെന്ന് പറയാനായിട്ട് സാധിക്കും. അമ്മ ആ ഒരു ഫാമിലിയെ വിട്ടു പോവുകയാണ് ഉണ്ടായത്. അതായത് കുട്ടികൾ അച്ഛൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു തരത്തിലുള്ളൊരു വിധിയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ അച്ഛനായിരുന്നു ഈ രണ്ട് കുട്ടികളെ നോക്കിയിരുന്നത്. അമ്മയുടെ പാടന്വേഷിച്ച് പോയി. അങ്ങനെ വന്നപ്പോൾ ഈ കുട്ടികൾ വീണ്ടും ഒറ്റപ്പെടുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. അങ്ങനെ കുറച്ചുനാൾ പോയി. എന്നാൽ ഇയാൾ ഓൾറെഡി അബ്യൂസീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആൾക്കുള്ളിൽ വേറെ കുറേ ചിന്തകളൊക്കെ വരികയാണ്. ഈ രണ്ട് കുട്ടികളെയും കൊണ്ട് ഞാനെന്ത് ചെയ്യാനാണ്, അവളുടെ പാടന്വേഷിച്ച് പോയില്ല എന്നുള്ളൊരു രീതിയിൽ ആൾക്ക് വീണ്ടും ഈ കുട്ടികളോടൊരു വെറുപ്പും ദേഷ്യവും വരാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഈ ഒരു കുട്ടികളെയും ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി. മുൻപ് ഇത്തരത്തിൽ ദേഷ്യവും മറ്റും വരുമ്പോൾ ഉപദ്രവിക്കാനായിട്ട് ഭാര്യ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഭാര്യയില്ല. അതുകൊണ്ട് തൻ്റെ ദേഷ്യം മുഴുവൻ കുട്ടികളുടെ അടുത്ത് തീർക്കാനായിട്ട് ഇയാൾ തുടങ്ങുകയാണ്. ഈ കുട്ടികളുടെ ജീവിതം വീണ്ടും ദുരിതത്തിലാവുകയാണ്. പുറത്താരോടും പറയാനും പറ്റില്ല, പറയാനാണെന്നുണ്ടെങ്കിൽ ആരുമില്ല. വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ ആയിരുന്നു ഈ കുട്ടികൾ പോയിക്കൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ തൻ്റെ വിഷമങ്ങൾ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സുഹൃത്തുക്കളെ തേടാനും ഈ ഒരു മൂത്ത കുട്ടി തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി ആ ഒരു കുട്ടി തിരഞ്ഞെടുത്ത മാർഗം ഇൻ്റർനെറ്റ് ആയിരുന്നു. അങ്ങനെയാണ് ഓൺലൈനിലൂടെ പീറ്റർ എന്ന് പറയുന്ന ഒരു പയ്യനെ പരിചയപ്പെടുമ്പോൾ ഈ പെൺകുട്ടിക്ക് പ്രായം 13 വയസ്സായിരുന്നു. പീറ്ററിനാണെന്നുണ്ടെങ്കിൽ 17 വയസ്സായിരുന്നു പ്രായം. തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ദുരിതവും ദുഃഖവും അടിയുടെയും കാര്യങ്ങളെല്ലാം തന്നെ പീറ്ററിൻ്റെ അടുത്ത് ഈ ഒരു പെൺകുട്ടി ഷെയർ ചെയ്യുമായിരുന്നു. പീറ്റർ ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ സമാധാനിപ്പിക്കും. അങ്ങനെ ഇങ്ങനെയൊക്കെയായിരുന്നു സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് നടക്കുന്നതെന്ന് ആ ഒരു കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സ്റ്റോറി നടക്കുന്നത് 2003 അന്ന് സൈബർ ക്രൈംസിനെ കുറിച്ചൊന്നും വലിയ വിവരമൊന്നും ആളുകൾക്കില്ല. ഇതിപ്പോൾ 20 വർഷം കഴിഞ്ഞിട്ടും ഒരുപാടധികം സൈബർ ക്രൈംസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാടധികം ആളുകൾ തട്ടിപ്പിൽ പെടുന്നുണ്ട്. അതിനൊന്നും വലിയ കുറവൊന്നുമില്ല. അപ്പോൾ 20 വർഷം മുൻപത്തെ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെ സംസാരിച്ച് പീറ്ററിൻ്റെ ആ ഒരു വാക്ചാതുര്യത്തിൽ ഈ ഒരു പെൺകുട്ടി മയങ്ങാണ്. തന്നെ സ്നേഹിക്കാനും തനിക്ക് വേണ്ടിയിട്ട് ചിന്തിക്കാനും തന്നെ സമാധാനിപ്പിക്കാനും അതുപോലെ തന്നെ തൻ്റെ വിഷമങ്ങൾ പങ്കിടാനും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഒരാളുള്ളതായിട്ട് ഈ ഒരു പെൺകുട്ടിക്ക് ഒരു ഫീല് വരികയാണ് ഉണ്ടായത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പീറ്റർ ഒരു ചോദ്യം ചോദിക്കുന്നത്, നമുക്ക് മീറ്റ് ചെയ്താലോ എന്നുള്ളത്. ആ ഒരു പെൺകുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ അത്രയും സ്നേഹിക്കുന്ന ഒരു പയ്യൻ തന്നെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ ഒരു പെൺകുട്ടി. അങ്ങനെ ഒരു മീറ്റ് ചെയ്യാനുള്ള പ്ലാനുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുകയാണ്. അപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ഏകദേശം 30 മൈൽ മാറിയിട്ടായിരുന്നു പീറ്ററിൻ്റെ വീട്. അപ്പോൾ ഒരു ട്രെയിൻ പിടിച്ച് അങ്ങോട്ട് പോകാം എന്നുള്ള തീരുമാനത്തിലോട്ട് പെൺകുട്ടി എത്തുകയാണ്. അതുപോലെ തന്നെ ട്രെയിൻ പിടിച്ച് അങ്ങോട്ട് എത്തി. പീറ്റർ പറഞ്ഞതുപോലെ തന്നെയുള്ള ആ ഒരു സ്ഥലത്തോട്ട് ആ ഒരു പെൺകുട്ടി എത്തി. പീറ്ററിനെ വെയിറ്റ് ചെയ്ത് പറഞ്ഞ സമയത്ത് അവിടെ നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു കാര്യം സംഭവിക്കുന്നത്. ഒരു ഇരുമ്പു അടി കൊണ്ട് ആ ഒരു പെൺകുട്ടിയുടെ തലക്ക് അടി വീഴുകയായിരുന്നു. അടിച്ചത് മറ്റാരുമായിരുന്നില്ല, ഈ പീറ്റർ തന്നെയായിരുന്നു. ജസ്റ്റ് പീറ്റർ മാത്രമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്, ആളുടെ ചുറ്റിനും ആ പയ്യൻ്റെ കൂട്ടുകാരായിട്ടുള്ള 11 ആളുകൾ കൂടി ഉണ്ടായിരുന്നു. അടുത്തതായിട്ട് അവർ ആ ഒരു പെൺകുട്ടിയെയും എടുത്തിട്ട് അടുത്തുള്ളൊരു മോട്ടലിലോട്ട് പോവുകയാണ്. വലിയ ആളുകളോ ആരും തന്നെ വരാത്തൊരു സെറ്റപ്പ് ആയിരുന്നു അത്. അവിടെ വെച്ച് ഈ ഒരു 11 പേരും ഈ പെൺകുട്ടിയെ ഗ്യാങ് റേപ്പ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇവരുടെ ഒരു സ്ത്രീ സുഹൃത്ത് ഇതെല്ലാം തന്നെ വീഡിയോയിൽ പകർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു വീഡിയോ കാണിച്ചിട്ടായിരുന്നു ആ ഒരു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നത്. അതിനുശേഷം
അതിനുശേഷമുള്ള 11 മാസം നരകയാതനയായിരുന്നു ഈ ഒരു പെൺകുട്ടി അനുഭവിച്ചത്. ആദ്യം ഒരു വീഡിയോ കാണിച്ചിട്ട് വീണ്ടും വരാനായിട്ട് പറഞ്ഞു. വേറൊരു നിവൃത്തിയും ഇല്ലാതെ ആ ഒരു പെൺകുട്ടി അങ്ങോട്ട് എത്തുകയാണ്. വേറെ കുട്ടികൾ ആ ഒരു സമയത്ത് ആ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യുകയാണ്. വളരെ അബ്യൂസീവായിട്ടുള്ള ബിഹേവിയർ ആയിരുന്നു അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇത്തരത്തിലുള്ള ഓരോ തവണയും ഇവരിത് വീഡിയോ എടുത്തും വെക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ആ പെൺകുട്ടിയെ അവർ റേപ്പ് ചെയ്യുമായിരുന്നു. ഒരു തവണ ഏകദേശം 24 സ്കൂൾ കുട്ടികൾ ഒരേ സമയം ആ ഒരു പെൺകുട്ടിയെ ഗ്യാങ് റേപ്പ് ചെയ്യുന്ന സിറ്റുവേഷനിലോട്ട് വരെ കാര്യങ്ങൾ എത്തുകയാണ്. എന്നാൽ അവർ അത് അവിടം കൊണ്ട് നിർത്തിയില്ല. ഈ പെൺകുട്ടിയോട് വീട്ടിൽ നിന്ന് പണം മോഷ്ടിച്ചുകൊണ്ട് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. വേറൊരു നിവൃത്തിയും ഇല്ലാതെ വീട്ടിൽ നിന്ന് പണം മോഷ്ടിച്ചുകൊണ്ട് ഇവർക്ക് ആ ഒരു പെൺകുട്ടി കൊണ്ടു കൊടുക്കാനും തുടങ്ങി. എന്നാൽ ഇത് അവിടം കൊണ്ട് നിർത്തിയില്ല. ഈ ഒരു പെൺകുട്ടിയുടെ കസിൻ ഉണ്ട്, ആ പെൺകുട്ടിയെയും കൂടെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഇവർ പറയുകയാണ് ഉണ്ടായത്. വേറെ നിവൃത്തിയില്ലാതെ ആ പെൺകുട്ടിയെയും കൂടെ ഈ കുട്ടി കൂട്ടിക്കൊണ്ടുവരികയാണ്. 14 വയസ്സ് 13 വയസ്സല്ലേ പ്രായമുള്ളൂ, എന്ത് ചിന്തിക്കാനാണ് ആ ഒരു സമയത്ത്. അങ്ങനെ ആ 2 പെൺകുട്ടികളെയും ഈ ഒരു ഗ്രൂപ്പ് ഗ്യാങ് റേപ്പ് ചെയ്യുന്ന സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. എന്നാൽ അവിടം കൊണ്ടും തീർന്നില്ല. ഈ കുട്ടിയുടെ അനിയത്തി ഉണ്ടല്ലോ, 11 വയസ്സുള്ള പെൺകുട്ടി, ആ കുട്ടിയെയും കൂടെ കൊണ്ടുവരാനായിട്ട് ഇവർ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. ആ കുട്ടിയെയും ഈ പെൺകുട്ടി കൊണ്ടുവരികയാണ് ഉണ്ടായത്. അപ്പോൾ ഇത്രത്തോളമൊക്കെ ആയപ്പോൾ ഈ കുട്ടിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത വരികയാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തനിക്കിനി രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ താൻ മരിക്കണം എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് വരെ ആ കുട്ടിയുടെ ചിന്ത എത്തി. അങ്ങനെ മരിക്കാനായിട്ട് തീരുമാനിച്ചു. ഒരുപാടധികം സ്ലീപ്പിംഗ് പിൽസ് വാരി തിന്നിട്ടായിരുന്നു ആ ഒരു കുട്ടി ആത്മഹത്യാശ്രമം നടത്തിയത്. എന്നാൽ ഈ പെൺകുട്ടിയെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുകയും അതുപോലെ തന്നെ ഡോക്ടേഴ്സ് രക്ഷപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ഈ പെൺകുട്ടിയുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ആണ്ട് വന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അപ്പോഴാണ് കഴിഞ്ഞ 11 മാസങ്ങളായിട്ട് താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരത മുഴുവൻ തൻ്റെ ആ ഒരു റിലേറ്റീവിനോട് ഈ ഒരു പെൺകുട്ടി പറയുന്നത്. അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊരു കംപ്ലയിൻറ്റ് കൊടുത്തു. അതുപോലെ തന്നെ അവരുടെ അടുത്ത് നിന്ന് വേറൊരു കാര്യം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റിയും കാര്യങ്ങളും ഒരിക്കലും പബ്ലിഷ് ചെയ്യരുത് എന്നുള്ളൊരു റിക്വസ്റ്റ് ആയിരുന്നു അവർ വെച്ചിട്ടുണ്ടായത്. അത് പോലീസുകാർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അതോടുകൂടി പ്രശ്നം തീർന്നു? ഇല്ല, അവിടെ കൊണ്ടും തീർന്നില്ല. വീണ്ടും പ്രശ്നങ്ങൾ വേഴ്സ്റ്റ് ആവാണ് ഉണ്ടായത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കേസിനെ കുറിച്ച് മീഡിയ അറിഞ്ഞു, വലിയ രീതിയിൽ ചർച്ചയായി. അപ്പോൾ പോലീസിനോട് ചോദിച്ചപ്പോൾ പോലീസ് ഒരു ലൂസ് ടോക്ക് വിടുന്ന സിറ്റുവേഷനിലോട്ട് വരെ കാര്യങ്ങളെത്തി. അതായത് ഈ കുട്ടിയെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വരെ കാര്യങ്ങളെത്തി. ആ പെൺകുട്ടി കുറച്ച് ഇളക്കം കൂടുതലാണെന്നും അങ്ങനെ ഇങ്ങനെയുള്ളതൊക്കെയാണെന്നും അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അങ്ങനെയുള്ളൊരു രീതിയിൽ സംസാരിക്കുന്ന ഒരു തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയപ്പോൾ പബ്ലിക് രോഷാകുലരാകുന്ന സിറ്റുവേഷനിലാണ് കാര്യങ്ങൾ എത്തിപ്പെട്ടത്. അങ്ങനെ അവസാനം പോലീസിന് വേറെ ഒരു ഗതിയും ഇല്ലാതായി 120-ലേറെ പേര് ഈ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തിട്ട് 44 പേരെയാണ് പോലീസുകാർ അറസ്റ്റ് ചെയ്തത്. അതിൽ 7 പേർക്കാണ് ശിക്ഷ കിട്ടിയത്. അതിൽ 3 പേരുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജയിൽ ശിക്ഷയില്ല, ജുവനൈൽ ഡിറ്റക്ഷൻ സെന്ററിൽ ചെലവഴിച്ചാൽ മതി. ബാക്കിയുള്ള 34 പേരിൽ 20 പേരെ ജുവനൈൽ കോർട്ട് വെറുതെ വിടുകയാണ് ഉണ്ടായത്. ബാക്കി ഉണ്ടായിരുന്നത് 14 പേരാണ്. അങ്ങനെ 14 പേരുടെ ഫാമിലി ഇതിൽ ഇടപെടുകയാണ് ഒരു കോംപ്രമൈസിന് വേണ്ടിയിട്ട്. അവർ അങ്ങനെ ഇവരെ സമീപിക്കുകയാണ്, ഈ പെൺകുട്ടീനെയും ഫാമിലിനെയായിട്ട് നല്ലൊരു കോമ്പൻസേഷൻ കൊടുക്കാമെന്നും ഈ ഒരു കേസ് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ആവശ്യപ്പെട്ടത്. ആ എഗ്രിമെന്റിൽ ഒപ്പിടാനായിട്ട് ആ പെൺകുട്ടിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ പെൺകുട്ടിയുടെ അച്ഛൻ പ്രഷർ ചെയ്തുകൊണ്ടേയിരുന്നു. അവർ ചെറിയ പയ്യന്മാരല്ലേ, അബദ്ധത്തിൽ പറ്റിയതായിരിക്കും, നീ ഒന്ന് ക്ഷമിക്ക്, ഒന്ന് ഒപ്പിട്ട് കൊടുത്താൽ നമുക്ക് കുറേ പൈസ ഒക്കെ കിട്ടും, അതുകൊണ്ട് ഒപ്പിട്ട് കൊടുക്കുന്നതായിരിക്കില്ലേ നല്ലത് തുടങ്ങിയിട്ടുള്ള രീതിയിൽ ആ പെൺകുട്ടിയെ അച്ഛൻ പ്രഷർ ചെയ്യുകയാണ്. ഇതിലും വേഴ്സ്റ്റായ ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആ ഒരു സമയത്ത് ഈ 14 പേര് ഈ പെൺകുട്ടിയെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ കാണാനും വരാറുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ ഇവരെ കാണുമ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് വീണ്ടും ട്രോമയാവുകയാണ്, ഇവർ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം ഗതികേട് കൊണ്ട് ആ പെൺകുട്ടി അഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ $40,000 ആ ഒരു അച്ഛന് ലഭിക്കുകയാണ്. ആള് അത് വെച്ചിട്ട് പുതിയൊരു വീടും വാങ്ങുകയും ചെയ്തു. അതിനുശേഷം ആ പെൺകുട്ടിക്ക് അച്ഛൻ്റെ കൂടെ താമസിക്കാനായിട്ട് പറ്റുന്നേ ഇല്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് അമ്മയുടെ കൂടെ ആ ഒരു പെൺകുട്ടി താമസം തുടങ്ങുകയാണ്. വീണ്ടും പ്രശ്നങ്ങൾ അവസാനിച്ചില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ടും ആ കുട്ടി വീണ്ടും സ്കൂളിലോട്ട് പോകണം. എത്രയൊക്കെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സ്കൂളിലുള്ള എല്ലാവർക്കും അതറിയായിരുന്നു. അപ്പോൾ വീണ്ടും ഒരുപാടധികം ആ ഒരു കുട്ടി സഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഈ ഒരു സ്റ്റോറിയുടെ അടിസ്ഥാനത്തിൽ ഒരു കൊറിയൻ ഫിലിം ഇറങ്ങിയിട്ടുണ്ട്. ഹാൻ ഗോങ് ജൂ എന്നായിരുന്നു ആ ഒരു ഫിലിമിൻ്റെ പേര്. ഒരു സ്കൂൾ കുട്ടിയെ കുറച്ച് പയ്യന്മാർ ചേർന്നിട്ട് ഗ്യാങ് റേപ്പ് ചെയ്യുന്നതും അതിനുശേഷം ആ ഒരു പെൺകുട്ടി സ്കൂളിൽ പോകുന്നതും അവിടെ ഫേസ് ചെയ്യേണ്ടി വരുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു ആ ഒരു ഫിലിമിൽ പറയുന്നത്. ഈ ഒരു ഇൻസിഡന്റിന്റെ പശ്ചാത്തലത്തിൽ ഇന്റർനെറ്റ് സെൻസർഷിപ്പ് സൗത്ത് കൊറിയ കൊണ്ടുവരികയാണ്. ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ എത്തിക്സ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മിറ്റിയും രൂപീകരിച്ചു. പിന്നെ സൗത്ത് കൊറിയയിൽ പോണും കാര്യങ്ങളൊക്കെ ബാൻഡാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു വോയിഡിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാപ്പനീസ് പോൺസാണ്.
അതിൻ്റെ ഉള്ളിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജോണർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാങ് റേപ്പിൻ്റെ ഒരു ജോണറാണ്. അപ്പോൾ അത്തരത്തിലുള്ള പോൺ വീഡിയോസും മറ്റുമൊക്കെ കണ്ടുകൊണ്ടായിരുന്നു ഈ കുട്ടികൾ ഇൻസ്പയർഡ് ആയിട്ട് ഇത്തരത്തിലൊരു കൃത്യം ചെയ്തത് എന്ന് പറയുന്ന ഒരുപാടധികം ആളുകളും ഉണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ തെറ്റ് ചെയ്ത് 95% ആളുകൾ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ബാക്കി ശിക്ഷിക്കപ്പെട്ട ആളുകളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 വർഷം തടവ് കഴിഞ്ഞിട്ട് അവർ കൂളായിട്ട് പുറത്തിറങ്ങി നടക്കുന്ന അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. പിന്നെ അറസ്റ്റ് ചെയ്തതെല്ലാം മൈനേഴ്സിനെ ആയതുകൊണ്ട് തന്നെ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും തന്നെ പുറത്തും വന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ടുള്ളൊരു സ്റ്റോറിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് ഇറ്റ്സ് മീ റസിൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.